ഹലോ മക്കളെ, ഈ ഒരു ഡിസംബർ മാസത്തിൽ നമ്മൾ എല്ലാവരും കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ ക്രിസ്മസ് എക്സാം. അപ്പൊ ക്രിസ്മസ് എക്സാം ഒക്കെ നമ്മൾ എല്ലാവരും ഫുൾ സെറ്റ് ആക്കി നല്ല കൂളായിട്ട് തന്നെ എക്സാം ഒക്കെ എഴുതി നല്ല മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മുടെ വെക്കേഷൻ ടൈം ഒക്കെയാണ്. അപ്പൊ വെക്കേഷൻ ഒക്കെ മക്കൾ എല്ലാവരും ഫുൾ അടിപൊളിയായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ മക്കൾക്ക് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ കാണാ, കംപ്ലീറ്റ് ആയിട്ട് കാണാ, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യും. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും നിങ്ങളുടെ വായനശീലം കൂട്ടാൻ പറ്റുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പത്രവായന, അതായത് ന്യൂസ് പേപ്പർ വായിക്കാം. അപ്പൊ ഡെയിലി നിങ്ങളുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ന്യൂസ് പേപ്പറിലുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നമുക്കറിയാം പുതിയൊരു വർഷം വരാൻ വേണ്ടി പോവാണ് അല്ലെ, 2025 എന്ന് പറയുന്ന ഒരു പുതിയ വർഷം വരാൻ പോവാണ്. അപ്പൊ ഈ ഒരു വർഷം എന്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് ഇത് എടുക്കാം. അപ്പൊ ന്യൂ ഇയറിന്റെ അന്നേ ഇത് ചെയ്യാൻ പറ്റുന്നല്ല, ഇപ്പൊ മുതൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഹോബി ആയിട്ട് മാറും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഡെയിലി ഒരു 30 മിനിറ്റ് ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിലൂടെ മക്കൾക്ക് പുതിയ പുതിയ വാക്കുകൾ പരിചയപ്പെടാം, പുതിയ പുതിയ സെന്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, പുതിയ പുതിയ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ കുറെ അറിവുകൾ നമുക്ക് ഈ ഒരു ന്യൂസ് പേപ്പറിലൂടെ കിട്ടും. ആ കാര്യങ്ങൾ മക്കൾ ഒരു കുട്ടി ബുക്കിലോട്ട് മാറ്റി എഴുതാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് ഇതൊക്കെ മിസ് എഴുതുന്നത്, ഇതൊക്കെ എഴുതുന്നതിലൂടെ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴല്ലെങ്കിലും ഭാവിയിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ ഒരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണ്ടേ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പറിലൂടെ മക്കൾക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു പത്രവായന എന്ന് പറയുന്നത് നിങ്ങളുടെ വായനശീലം കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ പുതിയ പുതിയ അറിവുകൾ നമുക്ക് തരുന്നുണ്ട്, പുതിയ വാക്കുകൾ മക്കൾക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടുകയാണ്. അപ്പൊ ഇതൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് മക്കൾ എല്ലാവരും കണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഇന്ന് മുതൽ തന്നെ പേപ്പർ വായിക്കാൻ വേണ്ടി, ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാം. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട് കുറെ ബുക്ക് വായിക്കണം, കുറെ സ്റ്റോറീസ് വായിക്കുക, കുറെ പോംസ് വായിക്കുക, കുറെ കവിതകളൊക്കെ വായിക്കുക. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പത്രം വായിക്കുക എന്നുള്ളത്. അപ്പൊ പത്രം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്, എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ. അപ്പൊ ഇതിലൂടെ നമുക്ക് കുറെ കാര്യങ്ങളാണ് നേടിയെടുക്കാൻ പറ്റുന്നത്. കറന്റ് അഫയേഴ്സ്, നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സോ ഇന്ന് മുതൽ എന്ത് ചെയ്യണം, മക്കൾ എല്ലാവരും പത്രവായനയ്ക്ക് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കുക. വെക്കേഷൻ ആണ്, മിസ്സിന് അറിയാം, നിങ്ങളോട് ആ ഒരു 30 മിനിറ്റ്സ് മാത്രമേ മിസ് മാറ്റി വെക്കാൻ പറയുന്നുള്ളൂ. ബാക്കി എല്ലാ സമയവും മക്കൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യുക. കാരണം ഇത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സമയം തന്നെയാണ്. അപ്പൊ കൂടെ ഈ പത്രവായനയും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുക. ന്യൂ ഇയർ ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു പുതിയ വർഷത്തിൽ മക്കൾ എല്ലാവരും ഈ ഒരു ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്ന കാര്യം ഒരു പ്രാക്ടീസ് പോലെ തന്നെ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ എല്ലാവരും ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക, യെസ് മിസ് വി ആർ റെഡി എന്നുള്ള കാര്യം അറിയിക്കുക. പിന്നെ നിങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, ഇപ്പൊ ഈ വെക്കേഷൻ സമയം ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്ന മക്കൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.